ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതുതായി നൈറ്റി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ടാവും അല്ലേ? അവർക്കെല്ലാവർക്കും തന്നെയുള്ളൊരു സംശയമായിരിക്കും വില എങ്ങനെ നിശ്ചയിക്കും എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റുകളാണ്. കൂടുതലും ഞാൻ സെയിൽ ചെയ്യുന്നത് നൈറ്റികളാണ്. നൈറ്റ് ഏതൊരാൾക്കും കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നൈറ്റിക്ക് ആവശ്യക്കാർ എപ്പോഴും ഉണ്ടാവും. മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റരുത്. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഒരിക്കലും എടുത്ത കസ്റ്റമർ നമ്മളിലേക്ക് വീണ്ടും വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോശം മെറ്റീരിയലാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കസ്റ്റമർ പിന്നെ നമ്മളിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വില നിശ്ചയിക്കുന്നത് ഇപ്പം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമറിൻ്റെ അളവിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ നൈറ്റികളാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. അപ്പം ഞാൻ ഈടാക്കുന്ന റേറ്റ്, ഞാൻ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്ന റേറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ചുരിദാർ കട്ട് നൈറ്റിക്കാണെങ്കിൽ ഞാൻ വാങ്ങുന്നത് 270 രൂപയാണ്. മാനസി കട്ട് നൈറ്റിക്ക് 280 രൂപയാണ്. ഇപ്പോൾ നമുക്ക് 290, 300 രൂപ വരെ മേടിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അംബർല ടോപ്പിന് 360 രൂപ, എയർലൈൻ ടോപ്പിന് 320, സ്ലിറ്റഡ് ചുരിദാർ ടോപ്പിന് 320, പ്ലീറ്റഡ് ടോപ്പിന് 350. അത് യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്യൂലേ, അതിന് 350 രൂപയാണ് മേടിക്കണേ. പിന്നെ പെപ്ലം ടോപ്പിന് 330 വാങ്ങുന്നത്. 350 രൂപ വരെയും വാങ്ങാം നമുക്ക്. പിന്നെ കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 300 രൂപയാണ് ചാർജ് മേടിക്കുന്നത്. പിന്നെ ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ 320 രൂപ വരെയും വാങ്ങും. പിന്നെ 300, 310, 320 ഈ റേറ്റാണ് ഞാൻ മേടിക്കാറുള്ളത്. കാര്യം സിമ്പിളിനൊക്കെ ആണെങ്കിൽ 300 രൂപയ്ക്ക് വാങ്ങാറുള്ളൂ. പിന്നെ 300 നമ്മൾ നെക്കിൽ ലേസൊക്കെ വെച്ച് വേറെ പീസൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ റേറ്റിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ സ്ലീവ്, പഫ് സ്ലീവ് അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും റേറ്റിന് വ്യത്യാസം വരും. കൂടിപ്പോയാൽ 320 ആ ഒരു റേറ്റാണ് വാങ്ങാറുള്ളത്. പിന്നെ ഫ്രോക്ക് നൈറ്റിക്കാണെങ്കിൽ ഫ്രോക്ക് നൈറ്റി ഫീഡിങ് സിബ് വെച്ചിട്ടുള്ളതിനാണെങ്കിൽ 340 രൂപ ആണ് വാങ്ങണത്. പിന്നെ നമ്മളൊരു ഫ്രീ സൈസിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് ഞാൻ സെയിൽ ചെയ്യുന്നത് 250 രൂപയ്ക്കാണ്. ഇപ്പോൾ നമ്മുടെ റിലേഷനിൽ ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞതിനേലും റേറ്റ് കുറവിലായിരിക്കും കൊടുക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്കൊരു 10-20 രൂപയൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെൻറ്റ് ഒരിക്കലും കൊടുക്കരുത്. കാര്യം ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ അനുഭവം വെച്ച് പറയണേണ്, ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കരുത്. ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ പൈസ തരും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കുക, അല്ലാത്തവർക്ക് കൊടുക്കരുത്.